മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിനു ശേഷം തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങളുടെ സൺസ്ക്രീൻ നല്ല ലാസ്റ്റിംഗ് ആയിട്ടിരിക്കണമെങ്കിൽ ഒരല്പം വൈറ്റമിൻ സി സിറം കൂടി നിങ്ങൾ അതോടൊപ്പം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വൈറ്റമിൻ സി സിറം ഡാമ്പ് ചെയ്തതിനു ശേഷം മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സൺസ്ക്രീൻ കുറെ കൂടി സ്കിന്നിൽ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സൺസ്ക്രീൻ എങ്ങനെ സെലക്ട് ചെയ്യും ഡോക്ടർ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഒരു ജെൽ ഫോം അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്തായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഒരുപക്ഷെ നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രീമി ഫോം അല്ലെങ്കിൽ ഒരു ലോഷൻ ഫോം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല സ്യൂട്ടബിൾ ആയിട്ട് കിടക്കുകയും ചെയ്യും. ചില ആളുകൾ കുറച്ച് ഡാർക്ക് ആയിരിക്കും അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ടിൻറ്റഡ് സൺസ്ക്രീൻ ആയിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. അപ്പൊ ഇത് നിങ്ങൾ ഒരുപാട് വെയിൽ എക്സ്പോസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടത്തൊക്കെ പോകുന്നവരാണെങ്കിൽ once in 2 hours റീ അപ്ലൈ ചെയ്യാനും കൂടെ ട്രൈ ചെയ്യുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. യാതൊരുവിധ ഇഷ്യൂസും സ്കിന്നിന് ഉണ്ടാവത്തുമില്ല. അത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക.